നിങ്ങൾ എത്ര മണിക്കാണ് നീക്കലെന്ന് എനിക്ക് എപ്പോഴും കമൻറ്റ് വരാറുണ്ട് കേട്ടോ. ഞാനൊരു 5:30 ആ ഒരു ടൈമിന് നീച്ച് നിസ്കാരം കഴിഞ്ഞങ്ങാണ്ട് പിന്നെ വീണ്ടും കിടക്കും കേട്ടോ. ചിലപ്പോൾ ഫോൺ കളിച്ചിരിക്കട്ടെ എന്നൊക്കെ വിചാരിക്കും, പക്ഷേ ആ ഫോൺ കൊണ്ട് എടുക്കണോടുകൂടെ ഉറക്കം വരും. അങ്ങനെ ഞാൻ സോഫയിൽ കിടന്ന് വീണ്ടും ഉറങ്ങും കേട്ടോ. ചിലപ്പോൾ കറക്റ്റ് ടൈമിൽ 6:30 ആ ഒരു ടൈമിൽ എണീക്കും, എന്നിട്ട് നേരെ കിച്ചണിൽ കയറും. പക്ഷേ ചില ടൈമിൽ എനിക്ക് പണി കിട്ടാറുണ്ട് കേട്ടോ, നല്ല പോലെ ഉറങ്ങും. അങ്ങനെ ഉറങ്ങിയൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് ഞാൻ എണീച്ചു വന്നിട്ടുള്ളത് 7:05 കേട്ടോ. ആ 7:05 എണീച്ച് കണ്ണ് തുറക്കുമ്പോൾ ക്ലോക്കിൽ കാണുമ്പോഴുള്ള ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, നീച്ച് അടുക്കളയിലേക്കാണോ ഓടേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് തന്നെ അറിയൂല കേട്ടോ. ഇന്നാണെങ്കിൽ അത്യാവശ്യം നല്ല പോലെ പണിയുള്ളൊരു ദിവസമായിരുന്നു. സ്കൂളുണ്ട്, ലഞ്ച് ബോക്സ് റെഡിയാക്കണം, ഒക്കെ പണികളുണ്ട് കേട്ടോ. അപ്പോൾ എവിടെ തുടങ്ങും, എന്താ ചെയ്യുക എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ എണീച്ച പാടെ തന്നെ എന്ത് ചെയ്തു, കുക്കറിൽ എന്ന് പറയുന്നത് റൈസ് കുക്കറിൽ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്, മക്കൾക്ക് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ചോറ് കലത്തിൽ വേവിച്ചിങ്ങാണ്ട് ഞാൻ വേഗം റൈസ് പോട്ടിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അത് അവർക്ക് സ്കൂളിലിട്ട് കൂട്ടാൻ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് കുറച്ച് വൻപയറാണ് കേട്ടോ, അതൊന്ന് കഴുകിങ്ങാണ്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും മറന്നു പോകരുത്. നിങ്ങളുടെ കമൻസിന്, എല്ലാവരുടെ കമൻസിനും ഞാൻ റിപ്ലൈ തരാറുണ്ട്. അതുകൊണ്ട് കമൻറ്റ് ഇടാതിരിക്കരുത് കേട്ടോ. എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടു തീരുന്നതിന് മുമ്പേ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറന്നു പോവല്ലേ കേട്ടോ. ഇനിയിപ്പോൾ എന്താ പറയുക, കുക്കറിൽ മമ്പയറൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ സ്ഥിരം കൂട്ടാൻ എന്ന് പറയില്ലേ, ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കൂട്ടാൻ, മമ്പയറും ചേമ്പും തണ്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ മമ്പയർ വേവിക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അത് അവിടെ വേവിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ അവിടെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചോറിനുള്ളത്, കുട്ടികൾക്കുള്ളത് ഞാൻ റൈസ് പോട്ടിൽ ഇറക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് അരി എടുത്തുങ്ങാണ്ട്. ഇനിയിപ്പോൾ ദോശ ചുടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ദോശമാവൊക്കെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു, തലേദിവസം കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനങ്ങനെ ഒരുപാട് ടൈമൊന്നും അരി കുതിർക്കൊന്നുമില്ല, 2 മണിക്കൂറൊക്കെ അരി കുതിർത്ത് പിന്നെ അങ്ങനെ അരച്ചെടുക്കുകയാണ് ചെയ്യാറ്. മിക്ക ദിവസങ്ങളിലും എനിക്ക് നരച്ച് കിട്ടും, ചില ടൈമിലുള്ളൂ കേട്ടോ പണി കിട്ടുക നരക്കാണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇരുമ്പ് ചട്ടിയൊക്കെ വെച്ചിങ്ങാണ്ട് ഈ ഒരു അരി കഴിയാനായിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഈ ഒരു അരി ഒരു പശയുള്ള ഒരു അരിയാണ് കേട്ടോ. അത് കാരണം ചട്ടിയിൽ അടിക്ക് ഒട്ടിപ്പിടിക്കുന്നൊരു ടൈപ്പാണ് കേട്ടോ ഈ അരി കൊണ്ട് അപ്പം ചുട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ എന്താ പറയുക, അപ്പം ഇങ്ങനെ പരത്തി ചുടുമല്ലോ, അങ്ങനെ ഇരുമ്പ് ചട്ടിയിൽ ചുട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ കണ്ടില്ലേ, ഭയങ്കര ഇങ്ങോട്ട് പോരാനൊരു താല്പര്യമില്ലാത്ത മാതിരിയാണ് കേട്ടോ. എത്ര ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാലും വരുന്നില്ല എന്നുള്ളൊരു മട്ടിയിലാണ്. അപ്പോൾ അതിലൊരു ഇരുമ്പ് ചട്ടിയിലൊരു 2 അപ്പം ചുട്ടെടുത്തു ഞാൻ. എന്നിട്ട് പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി വെച്ചെങ്ങാണ്ട് ഞാനിങ്ങനെ പരത്തിയെടുത്തില്ല കേട്ടോ, ചെറുതായി കുട്ടി കുട്ടി ദോശകളാക്കൂലേ, ആ ഒരു ടൈപ്പിലാക്കിങ്ങാണ്ട് ഞാൻ എന്ത് ചെയ്തു, ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ദോശയിലേക്ക് ചമ്മന്തിയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അതിനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഞാൻ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് എങ്ങനെയാവും എന്നൊരു ഐഡിയ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ടൈം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, വീഡിയോയും കൂടെ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓരോന്നും ചെയ്ത് തീർക്കാം. വീഡിയോ എടുക്കുമ്പോൾ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ കൊണ്ടു നടക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ആ ഒരു ടൈം നമുക്ക് എന്തായാലും അരമണിക്കൂർ കൊണ്ട് എടുക്കേണ്ടത് 1 മണിക്കൂറൊക്കെ പിടിക്കും കേട്ടോ. എന്നാലും അത്യാവശ്യം സ്പീഡിൽ ഞാൻ എല്ലാതും ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇനി ഉള്ളി തക്കാളിയിലോട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാമെന്ന്. അതിനിടയിൽ ദോശ ഞാൻ അവിടെ ചുട്ടെടുക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. 2 പണിയും ഒരേ ടൈം ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ദോശ അങ്ങനെ ചുട്ടെടുക്കുമ്പോൾ നല്ല പോലെ കിട്ടുന്നുണ്ടായിരുന്നു, നല്ല പോലെ ആ ഒരു ബബിൾസൊക്കെ വന്നതാവുമല്ലോ, അങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ കാണാൻ ദോശ ചുട്ടെടുക്കുമ്പോൾ കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ചെയ്യുമ്പോണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ പോയിങ്ങാണ്ട് പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു കൂട്ടാൻ കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഒരു ഫേവറേറ്റ് കൂട്ടാൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ കറി വേണമെന്നൊന്നുമില്ല. ഇങ്ങനെ കൂട്ടാൻ വെക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു കേട്ടോ. ഇത് പാൽച്ചേമ്പിൻ്റെ തണ്ടാണ് കേട്ടോ. അത് ആദ്യം വൻപയർ വെള്ളത്തിലിടേണ്ടവർക്ക് വെള്ളത്തിലിട്ടുങ്ങാണ്ട് കുതിർത്ത് അതെന്ത് ചെയ്യുക, കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. നല്ല പോലെ വെന്തതിന് ശേഷം അതിലേക്ക് ഈ ഒരു ചേമ്പും തണ്ടും കൂടെ ഇട്ടുങ്ങാണ്ട് മിക്സാക്കിയിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എരിവിന് ആവശ്യമായിട്ടുള്ള മുളകും ഇട്ടുങ്ങാണ്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ ചെറിയുള്ളിയും കറിവേപ്പിലയും വെച്ചിട്ട് തൂമിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സിമ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ നാടൻ കൂട്ടാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ.
ഇനിയിപ്പോൾ ഈ ഒരു കത്തില്ലേ, ഇത് നമ്മളുടെ ആ ഒരു ഗ്രീൻ കത്തി ഉണ്ടല്ലോ അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് കേട്ടോ. അതൊരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴും കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് 3 കത്തിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. 3 കത്തിക്ക് ഞാൻ പറഞ്ഞല്ലോ 100 സംതിങ് ആണ്. ഇങ്ങനെ എന്താ പറയുക, പിങ്ക് കളറ്, പിങ്ക റോസ ഏതാണേലും, അതും ഗ്രീന് യെല്ലോ, അങ്ങനെ 3 കളറിലാണ് കേട്ടോ. ഇങ്ങനത്തെ ഒക്കെ കട്ട് ചെയ്യാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പെട്ടെന്ന് ഷടപടേന്ന് കട്ട് ചെയ്തെങ്ങാണ്ട് എടുക്കുകയാണ്. ഇതിപ്പോൾ നമുക്കുള്ള കൂട്ടാനാണ് കേട്ടോ. ഇനി അതിലേക്കുള്ള എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സൈതാത്തീറ്റ് ഹോസ്പിറ്റലിലാണെന്നുള്ളത്. അപ്പോൾ ഞാനും ഉമ്മയും കൂടെ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ഏതായാലും പോവല്ലേ, അവർക്ക് ഉച്ചക്കൽക്കുള്ള ഫുഡും കൂടെ കൊണ്ടുപോകാൻ വിചാരിച്ചിട്ട് അവർക്കുള്ള ചോറാണ് കേട്ടോ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ളത് റൈസ് കുക്കറിൽ ഇറക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ചോറും കറിയും ഉപ്പേരിയും ഒക്കെ റെഡിയാക്കണം. ഇതിപ്പോൾ നമുക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാനും നമുക്ക് കഴിക്കാനൊക്കെ ഉള്ളതാണ് കേട്ടോ, ഈ ചേമ്പും തണ്ടും വൻപയറും. അപ്പോൾ അത് ഞാൻ ഉപ്പും വെള്ളം ഒഴിച്ചെങ്ങാണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ വലിയ കുടുക്ക വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം ചൂടായി വന്നപ്പോൾ എന്താ പറയുക, അരി കഴുകിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും ഞാൻ കാണിക്കുന്നതെന്ന് അരി കഴുകുന്നതും വെള്ളം വെക്കുന്നതൊക്കെ കാണിക്കണേ. ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ദിവസം അങ്ങനെയാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എത്ര മണിക്കാണ് എണീക്കുക എന്നുള്ളത്. പക്ഷെ അപ്പോൾ നമുക്ക് ഒരു കമൻറ്റിൽ ഒരുപാട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 5:30 എണീക്കുമെന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാറാണ് കേട്ടോ. സത്യാവസ്ഥ അതാണ്. 5:30 എണീക്കുകയൊക്കെ ചെയ്യും, പക്ഷെ വീണ്ടും കിടക്കാറുണ്ട്. കിടക്കൂല എന്നൊക്കെ വിചാരിക്കും, പക്ഷെ സമ്മതിക്കൂല കേട്ടോ. ആ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് ഉറക്കം വരും. അപ്പോൾ വീണ്ടും സോഫയിൽ പോന്നെങ്ങാണ്ട് കിടക്കുകയും ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ അതാ മീൻ വാങ്ങിച്ചതുണ്ടായിരുന്നു, അതൊന്ന് വരഞ്ഞെടുക്കാമെന്ന് കേട്ടോ. നന്നാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ഐസൊക്കെ വിട്ട് വന്നപ്പോൾ അതൊക്കെ ഒന്ന് വരഞ്ഞ് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മസാല തേച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതെല്ലാതും കൂടെ ഒന്ന് വരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമുക്കും പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊടുത്തയക്കാനും ഒക്കെ വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് വരഞ്ഞെടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ഫിഷ് മസാല ഉണ്ടല്ലോ അതിട്ട് കൊടുക്കും. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു ഇച്ചിരി സുർക്ക ഉണ്ടല്ലോ വിനാഗിരി, അതും ഒഴിച്ചു കൊടുക്കും കേട്ടോ. എന്നാൽ നമ്മളുടെ ഈ ഒരു മീൻ പൊരിക്കുമ്പോഴുള്ള ആ ഒരു പച്ച മണം ഉണ്ടല്ലോ അതുണ്ടാവില്ല കേട്ടോ. ഈ ഒരു സുർക്ക ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ മീൻ പൊരിക്കുമ്പോൾ ഉണ്ടാവുക, നല്ല ടേസ്റ്റും ഉണ്ടാകും. അപ്പോൾ അതൊക്കെ പുരട്ടി മീൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ കൂട്ടാൻ വന്നപ്പോൾ ഞാനത് കൊട്ടയിലേക്ക് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയുള്ളിയും കറിവേപ്പില ഇട്ടിങ്ങാണ്ട് അത് ഇതാ ഒന്ന് തൂമിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാന്ന് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യുക, എന്നാൽ നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു കൂട്ടാനിന്. നമുക്കിവിടെ ഒട്ടുമിക്ക എന്ന് പറയുന്നത് കൂട്ടാനുകളും ഇങ്ങനത്തെ നാടൻ കൂട്ടാനുകളായിരിക്കും കേട്ടോ. കാരണം ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ നാടൻ കൂട്ടാനുകൾ കൂട്ടിങ്ങാണ്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. കാക്കൂനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ കാക്കു കുറച്ച് ചോറെടുക്കും, കുറേ കൂട്ടാനെടുക്കും കേട്ടോ. ചക്കക്കൂട്ടാൻ, പൂളക്കൂട്ടാൻ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മക്കൾക്കാണെങ്കിലും ഇഷ്ടമാണ്. ഇനിയിപ്പോൾ അതാ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും പിന്നെ പച്ചമാങ്ങയും വറ്റൽമുളകും ഇട്ടുങ്ങാണ്ട് ഒരു ചമ്മന്തി കൂടെ അരക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഡെയിലി ക്യാബേജ് കൊടുത്തു കഴിഞ്ഞാൽ മക്കൾക്ക് നല്ല ഡെയിലി ക്യാബേജ് കഴിച്ച് കഴിഞ്ഞാൽ മടുക്കൂലേ, വേറെ എന്തെങ്കിലും വാങ്ങിച്ചൂടെ? നമ്മൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ, ഒരു ഉപ്പേരിക്ക് മാത്രമല്ല വാങ്ങിക്കാറ്. പക്ഷെ ആ ഒരു ക്യാബേജ് വാങ്ങിയപ്പോൾ പിന്നെ വേറെയും ഉപ്പേരിക്കുള്ളതുണ്ട്, അത് കട്ട് ചെയ്തത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കേട് വന്ന് പോകൂലേ വിചാരിച്ചിട്ട് കുറച്ച് എടുത്തെങ്ങാണ്ട് വെക്കുകയാണ് കേട്ടോ. ഒരു നേരത്തിനൊക്കെ വെക്കുള്ളൂ. 3 ദിവസം ക്യാബേജ് വെക്കുകയാണെങ്കിലും ഒരു നേരത്തിനൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ വെറും ക്യാബേജോ നല്ല കൊടുക്കുക, അതിൻ്റെ കൂടെ മീനോ, നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കാനാണെങ്കിൽ മീനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചമ്മന്തിയോ പപ്പടോ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാകും. സ്കൂളിലേക്കാണെങ്കിലും ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ചീരയും ചമ്മന്തിയും ക്യാബേജും ഒക്കെ കൂടെയാണ് കേട്ടോ ഞാൻ കൊടുത്തു വിട്ടിട്ടുള്ളത്. വെറും ഒരു ക്യാബേജ് വെച്ചിട്ടൊന്നും ഞാൻ വെറും ചോറൊന്നും അങ്ങനെ ഡെയിലി ഒരേ സാധനം തന്നെ ഒന്നും കൊടുക്കാറില്ല. എനിക്ക് തന്നെ അങ്ങനെ താല്പര്യമല്ല, പിന്നെ ഞാൻ മക്കൾക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മൾ ഒരു കൂട്ടാൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കൊന്നുമില്ല. ഇങ്ങനെ കുറച്ചാണെങ്കിലും എന്തെങ്കിലും 2 or 3 ഒക്കെ ആയിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കൂട്ടാൻ അറിയുന്നത് മാങ്ങാ ചമ്മന്തിയും ചെമ്മീനും മാങ്ങയും ചമ്മന്തിയും, പിന്നെ ഈ ഒരു വൻപയറും ചേമ്പും തണ്ടും കൂട്ടാനാണ് കേട്ടോ. ചേമ്പും താളെന്നും പറയും കേട്ടോ ചിലർ, നമ്മളെ ഇവിടേക്കൊക്കെ ചേമ്പും തണ്ട് എന്നാട്ടോ പറയുക. അപ്പോൾ അതും കൂട്ടാനാണ് കേട്ടോ. ഈ ചേമ്പും തണ്ട് മാത്രം വെച്ചിട്ട് തേങ്ങ കരച്ചങ്ങാണ്ട് കറിയും വെക്കും കേട്ടോ, നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനും. അതിൻ്റെ കൂടെ പരിപ്പിട്ടിട്ടും കറി വെക്കും. ഇനിയിപ്പോൾ അതാ അവരുടെ ലഞ്ച് ബോക്സൊക്കെ ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി ഇവാൻ്റെ മുടിയൊന്ന് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. അവളപ്പോഴേക്കും കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. റന്തമോളും മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, ഡ്രസ്സൊക്കെ ചെയ്യുന്നുണ്ട്. രണ്ടാൾക്കും ഒരേ ടൈമാണ് കേട്ടോ പോവാൻ. 9 മണിക്കാണ് രണ്ടാളും വീട്ടിൽ നിന്ന് ഇറങ്ങുക.
അപ്പോൾ ഞാൻ അയാനക്കുട്ടീനെ ബാലവാടിയിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷമാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കാൻ ഇരുന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല പോലെ കിതപ്പുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നടക്കാനുണ്ട് ആൾക്ക്. ബാലവാടിക്ക് പോകുമ്പോൾ ഒരു അരമണിക്കൂർ നേരത്തെ നടത്തമൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അത് കാരണം അവിടുന്ന് വന്ന് കഴിഞ്ഞാൽ വെയിലത്ത് പോയി അവളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ ഒരു എന്താ പറയുക, ഒരു കിതപ്പ് പോലെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെ ഇനി ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഉപ്പേരിയാക്കാൻ വിചാരിച്ചിട്ട് ഇവാനെ ഞാൻ കടയിലേക്ക് പറഞ്ഞയച്ചപ്പോൾ പയർ എന്തെങ്കിലും കൊണ്ടുവരാനാട്ടോ പറഞ്ഞയച്ചത്. പക്ഷേ പയർ കിട്ടിയിട്ടുണ്ടാകുന്നില്ല. അവിടെയും ഈ ഒരു ക്യാബേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇന്നും ക്യാബേജ് എന്ന് വിചാരിക്കണ്ട, ഇത് നമുക്കല്ല കേട്ടോ, ഇത് ഹോസ്പിറ്റലിൽ കൊടുത്തേക്കാനാണ്. നമുക്ക് വേറെ കൂട്ടാനുണ്ടാക്കിയതുള്ളത് അത് എടുക്കാം കേട്ടോ. ഇത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. അപ്പോൾ അത് കടുകൊക്കെ പൊട്ടിച്ചെങ്ങാണ്ട് ക്യാബേജ് ഞാൻ അതിൻ്റെ ഇടയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളകും പിന്നെ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്തെങ്ങാണ്ട് അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അയാനക്കുട്ടീനെയും കൂടെ ബാലവാടിക്ക് കൊണ്ടാക്കി വന്നേക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. കാരണം അയാനക്കുട്ടീനെ തിരിച്ച് കൊണ്ടുവരുമ്പോഴേക്കിന് നമുക്ക് ഇങ്ങോട്ട് തന്നെ വരണമല്ലോ. അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഈ വീട്ടിൽ പോകുന്നതിന് മുമ്പ് തന്നെ ചോറും ഹോസ്പിറ്റലിലേക്കുള്ള ചോറും കൂട്ടാനും ഒക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ രണ്ടുപേരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കറി വെക്കുന്നത് വെണ്ടയ്ക്കാണ് കേട്ടോ. വെണ്ടയ്ക്കയും തക്കാളിയും വലിയുള്ളി ഇട്ടുങ്ങാണ്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒന്ന് ചൂടായതായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു വെണ്ടക്കക്കറി തേങ്ങ അരച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. സിമ്പിളാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഒരു പണിയില്ല കേട്ടോ ഈ വെണ്ടക്കക്കറി ഉണ്ടാക്കാൻ. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്ത് പുളിവെള്ളം ഒഴിച്ച് പുളിവെള്ളം തിളച്ച് വന്നപ്പോഴാണ് കേട്ടോ ഞാൻ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങയും പിന്നെ അതിലേക്ക് വലിയ ജീരകം, വെളുത്തുള്ളി ഇത്ര ഇട്ടുങ്ങാണ്ടാണ് കേട്ടോ അരച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സാക്കി ആ തേങ്ങയിൽ നിന്ന് തിള വരുമ്പോൾ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് തൂമിച്ചെടുക്കുക കേട്ടോ. ചെറിയുള്ളിയും കറിവേപ്പില ഇട്ടുങ്ങാണ്ട് അത്രേ ഉള്ളൂ പണി. അപ്പോൾ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ കുറേ പാത്രം കഴുകാണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പാത്രം കഴുകാണ്ടായിരുന്നു. ഹറി ബറി ആയിട്ട് പണിയെടുക്കുന്ന ടൈമിൽ നമുക്ക് ഒരുപാട് പാത്രവും കഴുകാണ്ടാവില്ലേ. ഇടയിലിടയിൽ പാത്രം കഴുകാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത് വീതനൊക്കെ തുടച്ച് കറി ഒന്ന് വറവിടാനുണ്ടായിരുന്നു. അതൊന്ന് തൂമിച്ചെടുത്തിട്ടുണ്ട്, ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എന്താ പറയുക കുക്കിങ്ങിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അയാനക്കുട്ടീനെ ബാലവാടിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ കൊടുന്നാക്കിയാൽ കുറച്ച് നേരം ഒന്ന് നിൽക്കും. ചെന്നൈക്ക് അവർക്ക് കടലയും കാര്യങ്ങളൊക്കെ കുറച്ച് കൊടുക്കും കേട്ടോ കഴിക്കാനും ഇതിനൊക്കെ. അപ്പോൾ അതൊക്കെ കൊടുത്ത് ആളവിടെ ആക്കിങ്ങാണ്ട് ഞാൻ തിരിച്ച് പോരുകയാണ്. അയാനക്കുട്ടി നല്ല കരച്ചിലാട്ടോ. കൊണ്ടാക്കിയാൽ പോരുന്ന ടൈമിൽ ഭയങ്കര കരച്ചിലായിരിക്കും. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിച്ചു നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല, കരച്ചിലൊക്കെ നിർത്തിക്കുന്നു പറയും. ചെല്ലുമ്പോഴും കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ നടക്കണ കുറച്ച് ബുദ്ധിമുട്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നെത്തുമ്പോഴേക്കും ഒരു ഭാഗത്തേക്കാവുമെന്നറിയില്ലേ. ഇനിയിപ്പോൾ ചെന്നിട്ട് വേണം ബാക്കിയുള്ള പണികളെടുക്കാൻ. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി എന്താ പറയുക അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ പെട്ടെന്ന്. ബാക്കി കുക്കിങ്ങും കാര്യങ്ങളും അതുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെ തുടക്കണില്ല കേട്ടോ. ഒന്ന് അടിച്ചു വാരി എടുക്കുന്നേ ഉള്ളൂ. എല്ലായിടമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അടിച്ചു വാരി എടുത്ത് പിന്നെ കുളിച്ച് മാറ്റി പോകണം. അപ്പോൾ പുതപ്പ് കണ്ടില്ലേ, പുതപ്പ് എടുത്തുങ്ങാണ്ടാണ് സോഫയിൽ വന്ന് കിടക്കട്ടോ. അപ്പോൾ ആ പുതപ്പൊക്കെ ഒന്ന് കൊണ്ടുപോയി വെച്ചു. പിന്നെ ഇനിയിപ്പോൾ അടിച്ചു വാരാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. ഇന്നലെ എല്ലായിടവും മൊത്തത്തിൽ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് തുടക്കുന്നില്ല. അപ്പോൾ ഉമ്മ കഴിഞ്ഞോ ഞാൻ മാറ്റട്ടെ എന്നൊക്കെ ചോദിച്ച് വന്നതായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞു, ഇനി കുളിക്കാനും കൂടി തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാനും ഉമ്മയും കൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അടിച്ചു വാരലും ഏകദേശം കഴിഞ്ഞ് ഇനിയിപ്പോൾ കൊണ്ടുപോകേണ്ട ചോറും കാര്യങ്ങളൊക്കെ അതിനിടയിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എന്താ പറയുക അധികം ആളൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് ചോറും കറിയൊക്കെ ആക്കുന്നത്. താത്തയും പിന്നെ മോനും എന്താ പറയുക താത്താൻ്റെ ഉമ്മയും അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അവിടെ ആൾ ചെറിയൊരു മോനും കൂടെ ഉണ്ട് കേട്ടോ. ഓന് ഇവിടെ നിൽക്കൂല, ഓൻ താത്താനെ വിട്ടിട്ട് എവിടെയും നിൽക്കൂല കേട്ടോ. അപ്പോൾ പിന്നെ ഓനും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഓർക്ക് കഴിക്കേണ്ട ചോറും കറിയും ഉപ്പേരിയും മീൻ വറുത്തതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കവറിലാക്കി ഇനിയിപ്പോൾ നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പോവണം. അപ്പോൾ അങ്ങനെ കുളിച്ച് മാറ്റി വീണ്ടും പർദ്ദന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാഗ് ഉണ്ടല്ലോ, ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഒരു 150 രൂപയാണ് കേട്ടോ വൈറ്റ് ബാഗ്.
സിമ്പിളായിട്ട് ഇതുപോലെ ബസ്സിലൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ളൊരു ബാഗാണ്. പിന്നെ ഇനിയിപ്പോൾ അത് നമ്മൾ വാതിലൊക്കെ പൂട്ടി ഇറങ്ങി. അപ്പോൾ അത് ആ സിറ്റ് ഔട്ടിലില്ലേ ഈ ഒരു അടപ്പ് എന്താണെന്ന് ചോദിച്ചിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ചെരുപ്പ് വെക്കുന്ന സ്റ്റാൻഡാണ് കേട്ടോ. നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ഇരിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. അതാ ഈ ഒരു രൂപത്തിൽ എത്ര ചെരുപ്പുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിക്കാണ്ട് ഇട്ടുങ്ങാണ്ട് ഡോറണ്ട് അടച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയൂല കേട്ടോ. എന്നിട്ട് എന്താ ചെരുപ്പ് പുറത്തെടുക്കണമെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നതാണ് അയനെക്കുട്ടിനെ കൊണ്ടാക്കാനൊക്കെ. അപ്പോൾ അങ്ങനെ അതാ ഞങ്ങൾ ബസ് കയറാൻ നമുക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. പെരിന്തൽമണ്ണയായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിലാണ് ആൾ ഉള്ളത്. അപ്പോൾ അങ്ങനെ അവിടെ പോയി വന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു. വന്നേക്ക് ചോറൊക്കെ കഴിക്കുകയെന്ന് കേട്ടോ. ചോറൊക്കെ കഴിച്ച് പിന്നെ അയനെക്കുട്ടീനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്